ഉസ്താദേ, നിങ്ങൾ എത്ര വഅദ് പറഞ്ഞാലും ഞങ്ങൾ മാറൂല. ഈ ജീവിതം ആസ്വദിക്കാനുള്ളതാ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരില്ല എന്ന് പറയുന്ന പെങ്ങന്മാരുണ്ടല്ലോ. പടച്ചവനെ, പണ്ട് റോഡിലൂടെ നടന്നു പോകുമ്പോ വീടിനകത്തിരുന്നിട്ട് മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ് ഇടവഴിയിലൂടെ നടന്നു പോയാ റോഡിലൂടെ പോകുന്നവർക്ക് കേൾക്കാം വീടിനകത്തിരുന്ന് ഖുർആൻ ഓതുന്ന ശബ്ദം. ഇന്ന് സീരിയലിന്റെ ശബ്ദമാ. പ്രായം ചെന്ന ഉമ്മ പോലും, ഉമ്മ നിങ്ങളെ ഓർത്തിട്ട് എനിക്ക് സങ്കടമാവുമ്മ. പ്രായമായ നന്നാകുമല്ലോ, പ്രായമായ മനുഷ്യര് നന്നാകുമല്ലോ. 40ഉം 50ഉം വയസ്സായിട്ടും ഈ വയസ്സാം കാലത്ത് നീ നന്നാകാത്തതെന്തേ ഉമ്മ? മുടിയൊക്കെ നരച്ചുപോയ, തൊലിയൊക്കെ ചുളുങ്ങിപ്പോയ ഈ പ്രായമുള്ള നീ ഇനി എന്ന് നന്നാകാനാ ഉമ്മ? പടച്ചവനെ, കബറിലേക്ക് കാലി നീട്ടിയിരിക്കുന്ന ഉമ്മയാണ് ഏറ്റവും കൂടുതൽ സീരിയല് കാണുന്നത്. കള്ളു കുടിക്കുന്നവന്, നിത്യമായി കള്ളു കുടിക്കുന്നവന് കുടിക്കാതെ വന്ന കൈകാല് വിറയ്ക്കും. മഗ്‌രിബിന്റെ സമയത്തെങ്ങാണ് കരണ്ട് പോയാ ഉമ്മമാർക്ക് ടെൻഷനാ. സീരിയലിന്റെ അടിമകളായി പോയി. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എത്രയോ മഹദിമാര്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമകള് മഹദി ഫാത്തിമ. ആ ഫാത്തിമ കിടക്കുന്ന സ്വർഗം നിനക്ക് വേണോ പെങ്ങള്? ഖദീജ ഉമ്മ കിടക്കുന്ന, ആയിഷ ഉമ്മ കിടക്കുന്ന, പടച്ചവനെ ഒരുപാട് മഹദിമാര് കിടക്കുന്ന സ്വർഗമുണ്ടല്ലോ. സീരിയല് കണ്ടിട്ട് കഞ്ചാവിനടിമയാകുന്നത് പോലെ, മയക്കുമരുന്നിനടിമയാകുന്നത് പോലെ അത് കണ്ട് കണ്ട് ആയുസ് കളയാതെ മഹദിമാരുടെ ചരിത്രം വായിക്കുമാ. ഞാനൊരു മഹദിയെ നിനക്ക് പറഞ്ഞു തരാ. സിനിമാ നടിയായിരുന്നില്ല, സീരിയല് നായികയായിരുന്നില്ല, പിന്നെ ആരായിരുന്നെന്നറിയുവോ? മഹദി നഫീസത്തുൽ മിസ്രിയ. എന്റെ ഉമ്മയ്ക്കറിയുമോ എന്നെനിക്കറിയില്ല. എന്റെ പെൺമക്കൾക്ക്, എന്റെ സഹോദരിമാർക്ക് നഫീസത്തുൽ മിസ്രി ആരാണെന്ന് ചില പറയണമെന്നില്ല. എങ്കിലും വായിച്ചു നോക്കള്. നഫീസത്തുൽ മിസ്രിയുടെ ചരിത്രം വായിച്ചു നോക്കൂ പെങ്ങള്. ആരാണ് നഫീസത്തുൽ മിസ്രി എന്നറിയുവോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് കേട്ടപ്പോ കരഞ്ഞ് കരഞ്ഞ് പിടഞ്ഞ് വീണ മഹദിയാ. അൽഹാകുമുത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. ഈ ആയത്ത് ഓതിയിട്ട് മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച്, ആ ഖബറിനെ കുറിച്ച് ഓതുന്ന പറയുന്ന സൂറത്ത് കേട്ടപ്പോ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല ബോധം കെട്ട് വീഴുകയാണ്. കരഞ്ഞു കരഞ്ഞു വഅദിന്റെ സദസ്സിൽ വീഴുകയാണ്. എല്ലാവരും പോയടോ. നഫീസത്തുൽ മിസ്രിയയ്ക്ക് ബോധം തിരിച്ചു വന്നപ്പോ അവിടെ നിന്ന് എഴുന്നേറ്റ് തന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് അല്ലാഹുവേ, വീടിന്റെ വാതിലടച്ച് മണ്ണ് കുടിക്കുന്ന ആയുധമെടുത്തു കൊണ്ടുവന്നു സ്വന്തം വീടിനകത്ത് ഖബർ കുടിക്കുകയാ. കണ്ടിട്ടുണ്ടോ പെങ്ങള്? ധൈര്യമുണ്ടോ മോള്? ഖബർ കാണാൻ പറ്റുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹാ ആരും കാണാതെ പാതിരാത്രിയിൽ തന്റെ വീടിനകത്ത് ഖബർ കുഴിക്കുകയാണ്. പടച്ചവരെ, പകല് മുഴുവനും നോമ്പാ, രാത്രിയിലാണ് ഖബർ കുഴിക്കുന്നത്. നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹ ഖബർ കുഴിക്കുകയാണ്. ഖബറിന്റെ പണിയങ്ങ് പൂർത്തിയായപ്പോ ഓടിച്ചെന്ന് ഉതുവെടുത്തിട്ട് ഖബറിനകത്തേക്ക് ഇറങ്ങുകയാ. തന്റെ വീടിനകത്ത് കുടിച്ചിട്ടിരിക്കുന്ന ഖബറിനകത്ത് ഇറങ്ങി മുസല്ല വിരിച്ചിട്ട് 10,000 റക്അത്ത് നിസ്കരിക്കുകയാ. ഖബറിനകത്ത് ഇറങ്ങിയിരുന്നിട്ട് മഹദി നിസ്കരിക്കുകയാണ്. പടച്ചവരെ, പരിശുദ്ധമായ ഖുർആൻ ഒരു കയ്യിൽ വിളക്കും പിടിച്ചുകൊണ്ട് ഖബറിനകത്ത് ഇറങ്ങിയിരുന്നിട്ട് നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വിടുന്ന് പാരായണം ചെയ്യുകയാ. പെങ്ങളെ,
അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഖബറിനകത്തിരുന്ന് 6000-ഓളം പ്രാവശ്യം ഖബറിനകത്തിരുന്നിട്ട് ഖത്തമോതുകയാ. 6000 ഖത്തമോതുകയാണ് നഫീസത്തുൽ മിസ്രിയ. പെങ്ങളെ, ഒരായത്ത് ഓതിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഓതിയ ആയത്തേതാ? ഇന്നലദൈനാ അൻകാലം വജഹീമാ. ഈ ആയത്ത് ഓതിക്കഴിഞ്ഞാ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ ബോധം കെട്ട് ഖബറിനകത്ത് വീഴുകയാ. ഇത് സീരിയലിന്റെ കഥയല്ല, ഏതെങ്കിലും ആൾക്കാർ എഴുതി വെച്ച തിരക്കഥയല്ല. പടച്ചവനെ, നഫീസത്തുമാലയെടുത്ത് വായിച്ചു നോക്കുമ്മാ. അങ്ങനെ പടച്ചവനെ എല്ലാ ദിവസവും നോമ്പാട്, രാത്രിയിൽ ഉറങ്ങാറില്ല. അങ്ങനെ എല്ലും തോലുമായി രോഗം പിടിച്ചിരിക്കുന്ന നഫീസത്തുൽ മിസ്രിയ. ഈജിപ്തിലെ പെണ്ണുങ്ങൾക്ക് എന്ത് സൗന്ദര്യമെന്നറിയോ? പടച്ചവനെ, എന്നും അവിടുത്തെ രാജകുമാരിയാണ്. അവിടുത്തെ മക്കാബിൽ ചെന്നാൽ ഏറ്റവും കൂടുതൽ വില കൂടിയ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന കബറടമാട് നഫീസത്തുൽ മിസ്രിയ. ആ നഫീസത്തുൽ മിസ്രിയ രോഗം പിടിച്ച് വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുമ്പോ കുടുംബക്കാര് പറയുന്നു, നഫീസ, എന്തു കോലമാ നഫീസ, തൊലിയൊക്കെ കറുത്തുപോയി നഫീസ, എല്ലും തോലുമായി നഫീസ, ഇതെന്തൊരു കോലമാ. നിനക്ക് ഇടവിട്ട് നോമ്പ് പിടിച്ചാ പോരെ? നിനക്കും ഉറങ്ങിക്കൂടെ നഫീസ? ഇല്ലെങ്കിൽ നീ മരിച്ചു പോകും നഫീസ. നഫീസത്തുൽ മിസ്രിയോട് തന്റെ കുടുംബക്കാര് വന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? 30 കൊല്ലമായി ഞാൻ അല്ലാഹുവോട് ദുആ ചെയ്യുന്നത് രണ്ട് കാര്യമാ. ഈ നഫീസത്തുൽ മിസ്രിയക്ക് 2 ആഗ്രഹമുണ്ട്. 30 കൊല്ലം ഖബറിനകത്തിരുന്ന് ദുആ ചെയ്യുമ്പോ അല്ലാഹുവോട് ചോദിക്കുന്നത് 2 മോഹമാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മോളെ, അവിടുത്തെ മോഹം എന്തായിരുന്നെന്നറിയോ? ാമെന്നവരോട് നഫീസത്തുൽ മിസ്രിയ പറയുകയാ, 30 കൊല്ലം അല്ലാഹുവോട് ദുആ ചെയ്തത്, റബ്ബേ, മരിക്കുമ്പോ നോമ്പുകാരിയാക്കി മരിപ്പിക്കണേ അല്ലാ. എനിക്ക് നോമ്പുകാരിയായി മരിക്കണം തമ്പുരാന്. 2 ഖുർആൻ ഓതി മരിക്കണമല്ലാ. 30 കൊല്ലത്തെ മോഹമാ. പെങ്ങളെ, നിനക്കിത് തിരിയണമെന്നില്ല. പടച്ചവനെ, വീഡിയോയെടുത്ത് റീൽസ് എടുത്ത് യൂട്യൂബിലിട്ടിട്ട് ലൈക്ക് തണ്ടുന്ന ഉമ്മത്തിനത് തിരിയില്ല പെങ്ങള്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതി മരിക്കണം. 30 കൊല്ലത്തെ അഭിലാഷമാണ്. കുടുംബക്കാര് പരാജയപ്പെട്ടു പോയടോ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ അങ്ങനെ പടച്ചവനെ തന്റെ മരണമെടുക്കുകയാണ്. പടച്ചവനെ അവിടുന്ന് പോയി ഉതുപെടുക്കുകയാ, അവിടുന്ന് കുളിക്കുകയാ. നല്ലതുപോലെ കുളിച്ച് വൃത്തിയാക്കി പടച്ചവനെ കഫം തുണിയും എടുത്തുകൊണ്ട് വന്ന് കുടിച്ചിട്ട ഖബറിന്റെ ചാരത്ത് വന്ന് നഫീസത്തുൽ മിസ്രിയ കിടക്കുകയാ. അല്ലാഹുവേ, അതാ വീട്ടിലേക്ക് ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ എന്ന് പറയുന്ന മലക്കിറങ്ങി വരികയാണ്. നഫീസ, അല്ലാഹു സലാം പറഞ്ഞിരിക്കുന്നു. നഫീസ, അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വരികയാണ്. 30 കൊല്ലം പടച്ചവനോട് ദുആ ചെയ്തിട്ട് വാങ്ങിയെടുത്തതാണ്. പടച്ചവനെ, നോമ്പുകാരിയായി മരിക്കണം. മരിക്കുന്ന ദിവസം നോമ്പുകാരിയാണ്. പടച്ച റബ്ബേ, രണ്ടാമത്തെ ആഗ്രഹം ഖുർആനോദി മരിക്കണം. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ പരിശുദ്ധമായ ഖുർആൻ ഓതുകയാണ്. സ്വർഗ്ഗത്തിന്റെ ആയത്ത് ഓതിയിട്ട് അല്ലാഹ്
അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിൽ സ്വർഗ്ഗത്തിന്റെ ആയത്തോതിയിട്ട് നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹ സ്വർഗ്ഗത്തിന്റെ ആയത്താടോ പാരായണം ചെയ്തത്. എന്നിട്ട് പടച്ചവനെ മരണത്തിന് തയ്യാറാവുകയാ, മുഖമങ്ങ് മറയ്ക്കുകയാ, ലോകത്തോട് യാത്ര പറഞ്ഞെന്ന് ചരിത്രം പറയുമ്പോ ഇങ്ങനെയുള്ള മഹദിമാരുടെ ചരിത്രം വായിക്കു പെങ്ങള്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് വാപ്പമാരോട് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, ഉസ്മാനേ നീ അവസാനമായി നീ ഖുർആൻ ഓതുന്ന സമയത്താ ഷഹീദാകുന്നത്, നിന്നെ കൊല്ലപ്പെടുന്നത് ഖുർആൻ ഓതുമ്പോഴാണ്, നീ അവസാനമായിട്ട് ഓതുന്ന സൂറത്തുൽ ബഖറയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുത്തു. പടച്ചവനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ശത്രുക്കൾ മുഴുവനും തന്റെ വീട് വളർന്നിരിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആൻ എടുത്തുകൊണ്ട് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങള് പൈജാമയും കമീസും ഇട്ടുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുകയാ. അപ്പോഴാണ് ശത്രുക്കൾ വീടിനകത്തേക്ക് പാഞ്ഞു കയറുന്നത്. ഉസ്മാൻ തങ്ങളെ കൊല്ലുന്നതിന് വേണ്ടി ശത്രുക്കൾ വീടിനകത്ത് കടന്നു വരുമ്പോ തലമറയ്ക്കാൻ മടിക്കുന്ന പെങ്ങള്, ഉസ്താദേ തലയിൽ തുണിയിടുന്നതും ഇടാത്തതും എന്റെ അവകാശമാ, അവളുടെ ഇഷ്ടമാണെന്ന് പറയുന്നവരുണ്ടല്ലോ. ഹിജാബ് ചർച്ച ചെയ്യുന്ന കാലമാണല്ലോ. പെങ്ങളെ തലമറയ്ക്കാൻ മടിക്കുന്ന പെങ്ങള് സ്വന്തം ഭാര്യമാരും സ്വന്തം മക്കളും തലമറയ്ക്കാതെ നടക്കുമ്പോ അതിന് പ്രോത്സാഹനം കൊടുക്കുന്ന ഹാജിയാരേ, നിസ്കാരത്തടമ്പുണ്ട്, താടിക്ക് നീളമുണ്ട്, തലയിൽ തൊപ്പിയുണ്ട്, നീ പള്ളിയിലെ പ്രസിഡന്റാ സെക്രട്ടറിയാ ഹാജിയാരാ, പക്ഷേ നിന്റെ മക്കളുടെ കോലം കണ്ടിട്ടുണ്ടോ? നിന്റെ ഭാര്യയുടെ കോലം കണ്ടിട്ടുണ്ടോ? വഅദിന് വരുമ്പോ ഹിജാബാ, വഅദിന് വരുമ്പോ ഫർദയാ, കല്യാണത്തിന് പോകുമ്പോ നിന്റെ ഭാര്യയുടെ കോലം കണ്ടിട്ടുണ്ടോ? പെങ്ങളെ കടയിൽ ചെന്ന് ഫർദ വാങ്ങുമ്പോൾ ഇട്ട് നോക്കിയിട്ടല്ലേ വാങ്ങുന്നത്. എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് രണ്ടാമത് സ്റ്റിച്ച് ചെയ്യുന്നത് എന്തിനാ പെണ്ണേ? ഇറക്കുകയാണ്. നിന്റെ ശരീരത്തിന്റെ വടിവ് മറ്റുള്ളവര് കാണണമല്ലോ. ഇതൊക്കെ അവകാശമാണെന്ന് പറയുന്ന പെങ്ങളോട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ വീടിനകത്ത് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാ. ശത്രുക്കൾ വാതിലിന് തീയിട്ടു. വീടിനകത്തേക്ക് പാഞ്ഞു കയറി വരുമ്പോ കലാപകാരികൾ വീടിനകത്തേക്ക് കയറി വന്നപ്പോ അല്ലാഹുവേ, ഉസ്മാൻ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ നായില ബീബി റളിയല്ലാഹു തആല അൻഹ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുമ്പോ തലയിലെ തുണിയൊന്നു മാറുകയാ, മുടി പുറത്ത് കിടക്കുകയാ. ഉസ്മാൻ തങ്ങളെ ശത്രുക്കൾ വളഞ്ഞിട്ട് അവിടെ നിന്ന് ഉസ്മാൻ തങ്ങളെ കൊല്ലുമ്പോ, വാളുകൊണ്ട് വെട്ടി നുറുക്കുമ്പോ ഉസ്മാൻ തങ്ങളെ വിളിച്ചു പറയുന്നു, നായില, എന്നെ ഇവര് കൊല്ലുന്നതിനേക്കാളും എനിക്ക് പേടി നിന്റെ തലമുടി ഇവര് കാണുന്നതാനായില്ല, തലമറക്കിനായില്ല, ഹിജാബിടനായില്ല. എനിക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ പറയാ പേടിയാ. എന്റെ ഉപ്പമാരോട് പറയുകയാ, ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് തിരുത്താത്ത വാപ്പാ, നിന്നെ അല്ലാഹു വെറുതെ വിടത്തില്ല വാപ്പാ. ഒരു കാലത്തും നിന്നെ അല്ലാഹു വെറുതെ വിടത്തില്ല. അല്ലാഹുവിന്റെ കോടതിയിലെ ഏറ്റവും നശിച്ചവര് 3 വിഭാഗമാ. ആ 3 വിഭാഗത്തിൽ ഒരാളാരെന്നറിയോ? ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് തിരുത്താത്തവരാ. നിന്റെ പെണ്ണിന്റെ, നിന്റെ മകളുടെ മുടിയുണ്ടല്ലോ, അത് ഔറത്തല്ലേ വാപ്പാ, അത് ഔറത്തല്ലേ ഉമ്മാ. പ്രായം ചെന്ന നിനക്കിപ്പോഴും മുടി പുറത്തിട്ട് നടക്കലാണ്, അത് അവകാശമാണെന്ന് പറയുമ്പോ തന്റെ ശരീരത്തിലേക്ക് വാള് കുത്തിയിറക്കുമ്പോഴും ഉസ്മാൻ തങ്ങളുടെ ഭാര്യയോട് പറയുന്നു, മോളെ നായില, തലമുറക്കിനായില്ല, എനിക്ക് അല്ലാഹുവിനെ പേടിയാനായില്ല, നീ ഹിജാബിടനായില്ല.
ബീബിയോട് അവിടെന്ന് പറയുകയാണ്, ഉസ്മാൻ തങ്ങളുടെ ശത്രുക്കൾ അവിടെന്ന് കൊല്ലുമ്പോ ഖുർആൻ ഇങ്ങനെ മുറുകെ പിടിച്ചിരുന്നു. ചെറുപ്പക്കാരാ, ഉസ്മാൻ തങ്ങള് നോക്കുകയാണ്, അള്ളാന്റെ ഖുർആനിലേക്ക് നോക്കുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, ഉസ്മാനേ നീ അവസാനമായിട്ട് ഓതുന്നത് സൂറത്തുൽ ബഖറയാ. 137-ാമത്തെ ആയത്തിന്റെ മുകളിൽ നിന്റെ രക്തം വീഴും ഉസ്മാൻ, നിന്റെ രക്തം വീഴും ഉസ്മാൻ. തന്റെ മരണത്തോട് മുല്ലടിക്കുമ്പോഴും കയ്യിലിരുന്ന ഖുർആനിലേക്ക് ഉസ്മാൻ തങ്ങൾ നോക്കുകയാ. ആയത്തിന്റെ മുകളിലാ തന്റെ രക്തം വീണത്. നബിതങ്ങൾ പറഞ്ഞിരുന്നടോ, നബിതങ്ങൾ പറഞ്ഞിരുന്നടോ, ഇന്ന് ജന്നത്തുൽ ബഖിയുടെ മധ്യസ്ഥാനത്ത് കിടക്കുന്ന സ്വഹാബിയ സയ്യിദുനാ ഉസ്മാൻ ഇങ്ങനെ ജന്നത്തുൽ ബഖിയിലൂടെ നടന്നു പോകുമ്പോ മധ്യഭാഗത്ത് അടയാളം വെച്ച ഒരു ഖബർ കാണാം. ആ ഖബറിനകത്ത് കിടക്കുന്ന സ്വഹാബിയ സയ്യിദുനാ ഉസ്മാൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് നിർത്തുകയാണ്, ഖുർആനില്ലെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടൂല, ഖുർആനിലേക്ക് മടങ്ങാതെ നിങ്ങൾ രക്ഷപ്പെടൂല. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഖുർആനിലേക്ക് മടങ്ങിക്കോ. അതുകൊണ്ട് ഖുർആനിന്റെ ആൾക്കാർ അല്ലാഹുവിന്റെ ആൾക്കാരാ. പേടി വേണ്ട, പേടി വേണ്ട. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ഖുർആനിന്റെ അഹ്ലുകാരിൽ പെടൂ. പെങ്ങളെ, മക്കളെ ഹാഫിളീങ്ങളാക്കൂ, മക്കളെ ആലിമീങ്ങളാക്കൂ. അടച്ചവനെ, ഒരു കുടുംബത്തിൽ ഒരു ഹാഫിൾ ഉണ്ടാകണം, ഖുർആൻ പഠിച്ച ഒരു മകൻ ഉണ്ടാകണം. ഹാഫിളായവനെ തൊടാൻ ഉറുവെടുക്കണമല്ലോ. ഇമാം ഗസാലി തങ്ങളെ പറയുന്നത്, ഖുർആൻ പഠിച്ചവനെ ഹാഫിളായവനെ തൊടണമെങ്കിൽ ഉറുവെടുക്കണമല്ലോ. അത്രയ്ക്കും മഹത്തമാ പെങ്ങള്. അതുകൊണ്ട് ഖുർആനിന്റെ അഹ്ലുകാരിൽ പെടൂ. അല്ലാഹുവേ, ഖുർആനിന്റെ അഹ്ലുകാരിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാഹ്. ഖുർആനിന്റെ അഹ്ലുകാരിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. 114 സൂറത്തുണ്ട്. ഏതെങ്കിലും ഒരു സൂറത്ത് എല്ലാ ദിവസവും എടുത്തു പാരായണം ചെയ്യണം. കാണാതെ ആരും ഓതണ്ട, ഓതുവാണെങ്കിൽ കണ്ടോതണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? ഞാൻ നിർത്താം. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? 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 ഏത് സൂറത്ത് ഓതും? ഏത് സൂറത്ത് ഓതും? ഞാനൊരായത്ത് പറഞ്ഞു തരാം. സൂറത്ത് പോട്ടെ, നിങ്ങളൊക്കെ തിരക്കുള്ളവരാ. ഖുർആനിലെ ഒറ്റ ആയത്ത് ഞാൻ പറഞ്ഞു തരാം. ഈ ആയത്ത് നിങ്ങൾ ഓതിയാ നിങ്ങൾ സ്വർഗത്തില. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒറ്റ ആയത്ത് ഓതിയാ സ്വർഗത്തിൽ പോകാം. ഓതുവോ? ഒറ്റ ആയത്ത്. അൻ അബി ഉമാമത്ത് അൽ ബാഹിരി റളിയല്ലാഹു തആല അൻഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബി നിവേദനം ചെയ്യുന്ന ഹദീസ്. ഒറ്റ ആയത്ത് ഞാൻ പറഞ്ഞു തരാം, ഓതിയാ നിങ്ങൾ സ്വർഗത്തില. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതുവോ? നിയ്യത്ത് ചെയ്യുന്നവരൊക്കെ കൈവക്ക്. മലക്കുകളും അല്ലാഹുവും സാക്ഷിയാ. പൊക്കണമെങ്കിൽ നല്ലതുപോലെ പൊക്കിക്കുക. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആയത്തുൽ കുർസി എന്ന് പറയുന്ന ഒരു ആയത്ത് ഖുർആനിലുണ്ട്. അറിയോ? ഓദിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യസ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമി ഇല്ലാ ബിമാ كرسي السماوات والأرض ولا يعوده حفظهما وهو العلي العظيم. ആയത്തുൽ കുർസി ഓതാൻ അറിയാവോ? ഓതാൻ അറിയോ? ഈ ഒരൊറ്റ ആയത്ത് ഓതിയാൽ നിന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ മരണമല്ലാതെ മറ്റൊരു മറയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മരണമല്ലാതെ ഒരു മറയില്ല. ഈ ആയത്ത് ഓതുക, മരിക്കുക, സ്വർഗത്തിൽ പോകുക. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? ഉറക്കവർ ഇൻഷാ അല്ലാഹ് പറ. അപ്പൊ ഈ ഉസ്താദ് കൊള്ളാടാ, നിസ്കരിക്കൊന്നും വേണ്ട, ഒരായത്ത് ഓതിയാ സ്വർഗത്തിൽ പോകാമെന്ന് ചിലർക്കൊക്കെ തോന്നും. മോനെ, നിന്നെ വിറ്റ കാശ് അല്ലാടത്തുണ്ട്. ഇതെപ്പോഴാ ഓതേണ്ടത്? 5 നേരം നിസ്കരിച്ചിട്ട് നിസ്കാരപ്പായിലിരുന്നിട്ട. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എപ്പോ ഓതണ്ടേ? നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാരപ്പായിലിരുന്നോത്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് എനിക്ക് വഴതു പറയാനൊന്നും അറിയില്ലടോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു ചെയ്തൊരു നിഅമത്ത്. മൈക്കിൻ്റെ മുമ്പിൽ കയറുമ്പോൾ ഇങ്ങനെ പറയും. താഴെ ഇറങ്ങിയിട്ട് പറയാൻ പറഞ്ഞാൽ എനിക്കറിയില്ല.
മൈക്കിൻ്റെ മുമ്പിൽ കയറുമ്പോൾ എന്നോട് പലരും ചോദിക്കാറുണ്ട്, നിനക്ക് ജിന്ന് വല്ലതും കൂടാറുണ്ടോ എന്ന്. മൈക്കിൻ്റെ മുമ്പിൽ കയറുമ്പോൾ അള്ളാഹ് ചെയ്ത ഒരു ഞാമത്ത് അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഇതൊന്നും എഴുതി വെച്ചിട്ട് പറയണതല്ല. നിങ്ങളുടെ പള്ളിയിലെ ഖത്തീബ് ഉസ്താദാണെങ്കിലും ബാക്കവി ഉസ്താദൊക്കെ ആണെങ്കിലും വലിയ അറിവുള്ളവരാ, മുദരിസീങ്ങളാ, വർഷങ്ങളായിട്ട് ഇങ്ങനെ ഈ മേഖലകളിലേക്ക് ഖിദ്മത്ത് ചെയ്യുന്നവരാ. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഉസ്താദന്മാരും നിങ്ങളുടെ ആരുടെയെങ്കിലും മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും, ഞാൻ വഴുതു പറയുന്നത് അള്ളാഹ് നിങ്ങളെ ഒന്നും നന്നാക്കാനല്ല. ഞാൻ എൻ്റെ സംസാരത്തിൽ ഇടപാടാ പോകണമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ നിങ്ങളാരെയും നന്നാക്കാനല്ല വഴുതു പറയുന്നത്. അതിനെൻ്റെ ആവശ്യമില്ല. ഞാൻ വഴുതു പറയുന്നത് എനിക്ക് നന്നാകാനാണ്. അള്ളാഹു എന്നെ വന്ന് നന്നാക്കി തരുമാറാകട്ടെ. കരുണയില്ലാത്ത മനുഷ്യന്മാർ. എടാ, നിങ്ങൾ ഇത്ര എണ്ണം ഇവിടെ ഇരിക്കുന്നു, 40 പേരിൽ കൂടുതലുണ്ട്. ഒറ്റ ഒരാളുടെ ആമി മതി ഞാൻ നന്നാകാൻ. അള്ളാഹു എന്നെ നന്നാക്കി തരുമാറാകട്ടെ. ചിരിച്ചുകൊണ്ട് പറയരുത്, ഇഖ്ലാസോടെ പറ. നിങ്ങളുടെ ആമീനിലെ എൻ്റെ തലവിധി ഇരിക്കുന്നു. അള്ളാഹു എന്നെ നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നിങ്ങളെയും നന്നാക്കുമാറാകട്ടെ. ഒരാൾ തുണി കഴുകുമ്പോൾ ആദ്യം വെളുക്കുന്നത് കയ്യ, പിന്നെ തുണി വെളുക്കത്തുള്ളൂ. അപ്പം ഞാൻ എനിക്ക് നന്നാകാനാണ് പറയുന്നത്. അപ്പം നിങ്ങളുടെ ആരുടെയെങ്കിലും മനസ്സിന് വേദന ഉണ്ടാക്കണ എന്തെങ്കിലും ഒരു വാക്ക് ആരെയും വേദനിപ്പിക്കാൻ അറിഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടില്ല. ഇനി എന്തെങ്കിലും വന്നുപോയാൽ നിങ്ങൾക്ക് ആഖിറത്തിലേക്ക് മാറ്റി വെച്ചേക്കരുത്, പൊരുത്തപ്പെട്ടേക്കണം. അള്ളാഹു പൊറുത്തരുമാറാകട്ടെ. പൊരുത്തപ്പെടൂലേ? ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ നോക്കാൻ സിറാജ് എന്നർത്ഥം. ഞാൻ നിങ്ങളുടെ മുമ്പിലിരുന്ന് പൊരുത്തം ചോദിക്കുമ്പോൾ പറയാം, ഞാൻ നോക്കാന്ന് പറഞ്ഞാൽ എനിക്ക് നോക്കണ്ട, എനിക്ക് പൊരുത്തപ്പെട്ട് തന്നാൽ മതി. എനിക്ക് പൊരുത്തം വേണം. കാരണം എൻ്റെ മയ്യത്ത് കൊണ്ട് വെച്ചിട്ട് ഇവിടെ പൊരുത്തം ചോദിക്കാൻ ആരുമില്ല. പൊരുത്തപ്പെടൂലേ? എനിക്ക് ഇൻഷാ അല്ലാഹ് വേണ്ട, പൊരുത്തപ്പെടൂലേ? അൽഹംദുലില്ലാഹ്, അള്ളാഹു പുറത്തേരുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് 5 കാര്യം പറയാൻ വന്നു. 2 എണ്ണം പറഞ്ഞപ്പോൾ 12 മണിയായി. ഇൻഷാ അല്ലാഹ് ഇനി അള്ളാഹു ആയുസ് തന്ന ഇതുപോലെ കൂടെ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരൊറ്റ ഒരു ദുആ ഞാൻ പറഞ്ഞു തരാം. ഈ ദുആ നിങ്ങളൊക്കെ പറയണം. ഈ ദുആ പറഞ്ഞാലുള്ള പ്രതിഫലം, നാളെ സുബഹി വാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നീ മരിച്ചാൽ നീ സ്വർഗത്തില. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞൂടെ? എല്ലാത്തിനും ഇൻഷാ അല്ലാഹ് പറഞ്ഞൂടെ? അപ്പൊ അൽഹംദുലില്ലാഹ്, എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണോ അല്ലേ? ജീവിതമൊക്കെ റാഹത്തല്ലേ? കാശുണ്ടോ? കച്ചവടം ഉണ്ടോ? മക്കളൊക്കെ റാഹത്താണോ? ഭാര്യ എങ്ങനെയുണ്ട്? ഇത് മതി രക്ഷപ്പെടാൻ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇത് മതി. ഇതാ വഴത്. ഈ ഒരൊറ്റ അൽഹംദുലില്ലാഹ് മതി. കടയിൽ കച്ചവടം ഉണ്ടോടാ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട്. അളിയ നല്ല കച്ചവടമാ, നല്ല കാശുണ്ടോടാ, കുഴപ്പമൊന്നും ഇല്ലടാ എന്ന് പറഞ്ഞാൽ ഈ കേൾക്കണമെന്ന് വിചാരിക്കും ഇവനെ കൊറോണ ഒന്നും പിടിച്ചില്ലേ അല്ലാ. ഓരോ മനുഷ്യന്മാർ കച്ചവടം ഇല്ലാതെ എത്തിങ്ങാനയിലായിരിക്കും, ഇവന് മാത്രം. പിന്നെ മുട്ട കുഴിച്ചിടുന്നതിൽ കുഴപ്പമുണ്ടോ? വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണേ? ആമിനാത്തായ വഴി വെച്ച് കാണും അയൽവാസിയ ആയിഷ ചോദിക്കുന്നു, എങ്ങനെയുണ്ട് ആമിന? ഒന്നുമില്ലടി ഇക്കാക്ക്, ആകെ പ്രശ്നമാ, പഴയതുപോലെ പൈസ ഒന്നുമില്ല, ആകെ ബുദ്ധിമുട്ട്, പ്രയാസം. അയ്യോ. അപ്പൊ ആമിനാത്ത മനസ്സിൽ വിചാരിക്കും ഒരുത്തി എത്തിങ്ങാനേലായി. മനസ്സിൽ സന്തോഷം. എന്തിനാ ഈ ആവശ്യമില്ലാത്ത പണി? അൽഹംദുലില്ലാഹ്, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹു പറയുകയാ 2 നന്മകളാ പറഞ്ഞത്. ഒന്ന്, മരിക്കുന്ന കാലം വരെ ഭക്ഷണം അല്ലാഹു തരും. 2ാമത് പറഞ്ഞു, നിനക്ക് ഞാൻ നല്ല മരണം തരും. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് 2ഉം കൊടുത്തതിനുള്ള തെളിവ് ഞാൻ പറഞ്ഞു തരാം. അല്ലാഹു കഴിക്കാൻ ഭക്ഷണം കൊടുത്തു, അല്ലാഹു നല്ല മരണം കൊടുത്തതിന്റെ തെളിവ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ സ്നേഹിച്ചിരുന്ന സ്വഹാബിയാണ് ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു. ഈ ഹുബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ശത്രുക്കളുടെ കയ്യിൽ കിട്ടി. ഹുബൈബിനെ പിടിച്ചുകൊണ്ടുവന്നു. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ പിടിച്ചുകൊണ്ടുവന്നിട്ട് ശത്രുക്കൾ പറഞ്ഞു, ഹുബൈബ്, നീ ഞങ്ങളുടെ കളിക്കൂട്ടുകാരനാ, ഞങ്ങളുടെ കൂടെ നടന്നവനാ. ഇപ്പൊ മതം മാറിയിട്ട് മുഹമ്മദിന്റെ കൂടെ നീ കൂടിയിരിക്കുക. അതുകൊണ്ട് നീ പഴയ മതത്തിലേക്ക് തന്നെ തിരിച്ചു വരണം. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എന്നെ കൊന്നാലും ഞാൻ വരൂല. എന്നെ നിങ്ങൾ കൊന്നാലും, എടാ ഹുബൈബ്, നിന്നെ ഞങ്ങൾ കൊന്നുകളയും, എടാ കൊന്നാലും ഞാൻ മതം മാറൂല. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഹുബൈബിനെ കൊല്ലാൻ അവർ ഹുബൈബിനോട് എത്ര പറഞ്ഞിട്ടും ഹുബൈബ് തങ്ങൾ ഇസ്ലാമിൽ നിന്നും മടങ്ങിപ്പോകുന്നില്ല. അവസാനം ശത്രുക്കൾ പറഞ്ഞു, ഹുബൈബിനെ തൂക്കിലേറ്റണം, പരസ്യമായിട്ട് എല്ലാരും കാണണം, ഇനി ഒരുത്തരും മതം മാറരുത്. അങ്ങനെ ഹുബൈബ് തങ്ങളെ പരസ്യമായി തൂക്കിലേറ്റാൻ തീരുമാനിച്ചു. ഹുബൈബിനോട് ചോദിച്ചു, നിന്റെ അവസാനത്തെ അഭിലാഷം എന്താ? മരിക്കുന്നതിന് മുമ്പ് വല്ല ആഗ്രഹമുണ്ടെങ്കിൽ നീ പറയണം, നിന്റെ ആഗ്രഹം എന്താ? ഹുബൈബ് റളിയല്ലാഹു തആല ചോദിച്ചു, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സാധിപ്പിച്ചു തരുമോ? ശത്രുക്കൾ വിചാരിച്ചു വെറുതെ വിടണമെന്ന് പറയുമെന്ന്. ഹുബൈബ് തങ്ങൾ പറഞ്ഞു, എൻ്റെ ആഗ്രഹം നിങ്ങൾ സാധിപ്പിച്ചു തരുമോ? ശത്രുക്കൾ പറഞ്ഞു, സാധിപ്പിച്ചു തരാം. ഹുബൈബ് തങ്ങൾ പറഞ്ഞു, എനിക്ക് മരിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി.
എൻ്റെ ജീവിതത്തിൽ അവസാനത്തെ അഭിലാഷം മരിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കണം. സമ്മതിക്കുവോ? സമ്മതിച്ചു. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ഒളുവെടുത്തിട്ട് 2 റക്അത്ത് നിസ്കരിച്ചു. ചെറിയ സൂറത്തുകളാ ഓതിയത്. സലാം വീട്ടിയിട്ട് അള്ളാഹിനോട് ഹുബൈബ് തങ്ങൾ പറഞ്ഞു, പടച്ചോനെ, എപ്പോഴും നിസ്കരിക്കുമ്പോഴും വലിയ സൂറത്താ ഓതുന്നേ, ഇന്ന് ചെറുതായി പോയി. ആഗ്രഹമില്ലാഞ്ഞിട്ടോ ഇഷ്ടമില്ലാഞ്ഞിട്ടോ അല്ല, വലിയ സൂറത്ത് ഓതി നിസ്കരിച്ച ഇവന്മാര് വിചാരിക്കും എനിക്ക് മരിക്കാൻ പേടിയാ, അതാ നിസ്കാരം നീട്ടിയതെന്ന്. ഇല്ല അല്ലാ, എനിക്ക് പേടിയില്ല. അള്ളാഹിനോട് യാത്ര പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, ശത്രുക്കള് പറഞ്ഞു, കഴുകുമറം റെഡിയാക്ക്, ഇവനെ കൊണ്ടുപോയി ആ ജയിലിനകത്ത് അടച്ചിട്, തിന്നാനും കൊടുക്കരുത്, കുടിക്കാനും കൊടുക്കരുത്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ഇവനെ കൊണ്ട് ജയിലിൽ അടച്ചിട്ടിട്ട് ബ്രിട്ടീഷുകാർ ചെയ്തതുപോലെ ഹുബൈബ് തങ്ങളുടെ ജയിലിനകത്തിരുന്ന് നോക്കിയ തൂക്കുകയറ് കാണാം റെഡിയാക്കുന്നത്. അങ്ങനെ ഹുബൈബ് തങ്ങൾ ജയിലിനകത്ത് കിടക്കുമ്പോ ശത്രുവിന്റെ സഹോദരിയുടെ ചെറിയ മകള് കളിച്ചുകൊണ്ടിരിക്കുമ്പോ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ റൂമിനകത്ത് കയറിപ്പോയി. ശത്രുവിന്റെ സഹോദരിയുടെ മകളാ, തൂക്കുകയറ് റെഡിയാക്കുന്നവന്റെ സഹോദരിയുടെ മകളാണ് ജയിലിനകത്ത് വന്നിരിക്കുന്നത്. ഹുബൈബ് തങ്ങളുടെ മടിയിൽ വന്ന് ഈ കുഞ്ഞ് കയറിയിരുന്നു. അദ്ദേഹത്തിന്റെ കുഞ്ഞിന്റെ ഉമ്മ കുഞ്ഞിനെ തെരഞ്ഞു വരുമ്പോ ഹുബൈബ് തങ്ങളുടെ മടിത്തട്ടിലിരിക്കുക കുഞ്ഞ് ഹുബൈബ് തങ്ങളുടെ കയ്യിൽ കത്തിയിരിക്കുന്നു. ആ പെണ്ണ് പേടിച്ചുപോയി. ആ പെണ്ണങ്ങ് അവസാനം ജയിലിനകത്ത് കയറി ചെല്ലുമ്പോ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു നഖം വെട്ടിക്കൊണ്ടിരിക്കുകയാ. കുഞ്ഞിനെ കൊടുത്തു. ആ പെണ്ണ് പറയുകയാ, ഹുബൈബിനെ ജയിലിനകത്ത് വെള്ളം കൊടുക്കാതെ ഭക്ഷണം കൊടുക്കാതെ അടച്ചിട്ടിരുന്നപ്പോ ഞാൻ ജയിലിനകത്ത് കയറി ചെല്ലുമ്പോൾ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ പാകമായ മുന്തിരിക്കൊല ഇരിക്കുന്നുണ്ട്. അന്ന് മദീനത്ത് മുന്തിരി പോലും കിട്ടാത്ത സമയത്ത്, എന്റെ പ്രിയപ്പെട്ടവരെ, അന്ന് നാട്ടിൽ പോലും മുന്തിരി കിട്ടൂല. ആ മുന്തിരി കിട്ടാത്ത സമയത്താണ് ജയിലിനകത്ത് കിടക്കുന്ന ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ മുന്തിരിക്കുല ഇരിക്കുന്നത്. ഞാൻ കണ്ടു എന്നാ പെണ്ണ് പറയുമ്പോൾ, ഇതാണ് പടച്ചവന് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അല്ലാഹു കൊടുക്കുമല്ലോ. പെങ്ങളെ, ഹുബൈബ് തങ്ങളെ നഖം വെട്ടുകയാ, മരിക്കാൻ പേടിയില്ല. അവസാന ഹുബൈബ് തങ്ങളെ കൊണ്ടുവന്നു കഴുകുമരത്തിന്റെ മുകളിലേക്ക് കയറ്റുകയാണ്. ശത്രുക്കൾ പറഞ്ഞു അവന്റെ കൈകാലുകൾ കെട്ടി. ഹുബൈബിന്റെ കൈകാലുകൾ കെട്ടിക്കഴിഞ്ഞപ്പോ ശത്രുക്കൾ പറഞ്ഞു, മുഖം മറയ്ക്കണ്ട, അവൻ കിടന്ന് കരയുന്നത് ഞങ്ങൾക്ക് കാണണം, എല്ലാവരും കാണട്ടെ, അവൻ കിടന്ന് കരയുന്നത് കാണട്ടെ. ഹുബൈബ് തങ്ങളുടെ കഴുത്തിലതാ കയറ് മുറുക്കുകയാണ്, മുഖം മറച്ചില്ല. ഹുബൈബ് തങ്ങൾ പറഞ്ഞു, എന്റെ തല കിബിലയുടെ നേരെ വെക്കണം. ശത്രുക്കള് സമ്മതിച്ചില്ല. അവസാനം ഹുബൈബ് തങ്ങളുടെ കഴുത്തിൽ കയറിട്ടിട്ട് മുറുക്കുമ്പോ അവസാനമായിട്ട് ശത്രുക്കള് ചോദിക്കുന്നു, ഹുബൈബേ, നിന്നെ ഞങ്ങൾ വെറുതെ വിടാ, നീ മതം മാറണ്ട, മുഹമ്മദിനെ ഒരു ചീത്ത പറ, നിന്റെ മുഹമ്മദിനെ നിന്നെ എന്തെങ്കിലും ഒന്ന് മോശമായിട്ട് പറഞ്ഞ ഈ സ്ഥാനത്ത് മുഹമ്മദാണ് നിൽക്കുന്നത്, നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് മോശമായി പറയുമ്പോ ഹുബൈബ് തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്നെ കൊന്നാലും ഞാൻ പറയൂല. നബി തങ്ങളുടെ കാലിൽ ഒരു മുള്ളു കൊള്ളുന്നത് പോലും എനിക്കിഷ്ടമല്ല. പടച്ചവനെ, ഹുബൈബ് തങ്ങൾ കഴുകുമരത്തിൽ നിന്നിട്ടൊരു പാട്ട് പാടുകയാണ്. അവിടെ നിന്നുകൊണ്ട് പറയുകയാ, നിങ്ങൾ എന്നെ എങ്ങനെയാണ് കൊല്ലുന്നതെന്ന് എനിക്ക് പേടിയില്ലടോ. തൂക്കിലേറ്റണോ, വെട്ടി നുറുക്കണോ, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ കൊന്നോ, എനിക്കൊരു പേടിയുമില്ല. കഴുകുമരത്തിൽ നിന്ന് പാട്ടുപാടുകയാണ് ഹുബൈബ്. എടോ, ഹുബൈബ് തങ്ങളുടെ നെഞ്ചിലേക്ക് വയറ്റിലേക്ക് കുന്തമിങ്ങനെ കുത്തിക്കേറ്റുകയാണ്. എന്നിട്ട് പച്ചയിറച്ചി വലിച്ചു പറിക്കുകയാ. ഹുബൈബ് തങ്ങൾ വേദനിച്ചു, ഹുബൈബ് തങ്ങളുടെ ശരീരം വേദനിച്ചു, ഹുബൈബ് തങ്ങൾ കരയുകയാ. ഹുബൈബ് തങ്ങളുടെ കണ്ണ് നിറയുകയാണ്. ജീവനോടെ ശരീരത്തിൽ നിന്ന് പച്ചയിറച്ചി വലിച്ചു പറിക്കുമ്പോ മനുഷ്യനാണല്ലോ, വേദന സഹിക്കാൻ കഴിയാതെ ഹുബൈബ് തങ്ങൾ കരയുമ്പോ താഴെ നിന്ന് കളിയാക്കുകയാ, താഴെ നിന്ന് ചിരിക്കുകയാ, അവര് കണ്ട് രസിക്കുകയാ. പടച്ചവനെ, ഇന്നും അങ്ങനെയാണ്, അന്നും അങ്ങനെയാണ്. പടച്ചവനെ, ചിലർക്ക് ഇങ്ങനെ കൊല്ലുന്നതൊരു ഹരമാണോ? എത്ര കൊന്നാലും അവർ
അവരുടെ ഹരം മാറൂല. ഗർഭിണികളായ പെണ്ണുങ്ങളെ കൊല്ലുന്നല്ലോ, പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലുന്നല്ലോ, പ്രായമുള്ളവരെ കൊല്ലുന്നല്ലോ, ആണിനെയും പെണ്ണിനെയും കൊല്ലുന്നല്ലോ. കൊന്നിട്ടും അവരുടെ ഹരം മാറുന്നില്ല. പിഞ്ചു കുഞ്ഞുങ്ങളവരെ വെടിവെച്ച് കൊല്ലുമ്പോഴും അവര് രസിക്കുകയാ, അവര് സുഖിക്കുകയാ. അത് പണ്ടും അങ്ങനാ, ഇന്നും അങ്ങനാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഹുബൈബ് തങ്ങളുടെ കഴുത്തില് കയറിട്ട് മുറുക്കുമ്പോ അതാ വരികയാ ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്സിറൂ ബിൽ ജന്ന. നിസ്കരിക്കുന്ന ഉമ്മമാരെ, നിസ്കരിക്കുന്ന ഉപ്പമാരെ, നിങ്ങൾ നിസ്കരിക്കുന്നതാണ് വെറുതെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത് നിങ്ങളുടെ മരണമാണ് പറയുന്നത്, ഇത് നിങ്ങളുടെ മരണമാണ് ഞാൻ പറയുന്നത്, നിസ്കരിക്കുന്നവന്റെ മരണമാണ് ഞാൻ പറയുന്നത്. ആകാശ ലോകത്ത് നിന്ന് അസ്റായിൽ എന്ന് പറയുന്ന മലക്കിറങ്ങി വരികയാ. ഹുബൈബിനോട് ചോദിക്കുന്നു, ഹുബൈബേ എന്തിനാടാ പേടിക്കുന്നത്, എന്തിനാ നീ വിഷമിക്കുന്നത്? അല്ലാ തഖാഫൂ വലാ തഹ്സനൂ. കരയല്ലേടാ ഹുബൈബ്, പേടിക്കല്ലേടാ ഹുബൈബ്, വിഷമിക്കല്ലേടാ ഹുബൈബ്. താഴെ നിന്ന് ചിരിക്കുകയാ, താഴെ നിന്ന് ചിരിക്കുകയാ. കഴുകുമരത്തിൽ കടന്ന് മരണവപ്രാളത്തിൽ ഹുബൈബ് തങ്ങൾ പിടയുമ്പോ മലക്കുകൾ പറയുകയാ, പറയടാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. പറയടാ ഹുബൈബ്, വിളിച്ചു പറയടാ സഹാദത്ത് കലിമ. ഇവന്മാര് കേൾക്ക, വിളിച്ചു പറയടാ ഹുബൈബ്. ഹുബൈബ് തങ്ങളുടെ സഹാദത്ത് കലിമ വിളിച്ചു പറയുമ്പോ കണ്ണു തള്ളിപ്പോയടോ, ഭയന്നു പോയടോ. അതുവരെ ചിരിച്ചവന്മാരുടെ നാവിറങ്ങി പോവുകയാണ്. കഴുകുമരത്തിൽ കടന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് വിളിച്ചു പറയുമ്പോ, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ പ്രഷറിന്റെയും സുഗറിന്റെയും ഗുളിക കടിച്ച് കിടന്നുറങ്ങിയിട്ട് അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് അസ്വലാത്തു ഖൈറും മിനൻ നൗം. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് സുബഹി ബാങ്ക് വിളിക്കുമ്പോ എഴുന്നേറ്റ് വേച്ച് പള്ളിയിൽ പോയ നിസ്കരിച്ച വാപ്പാ, നിനക്ക് തോന്നുന്നുണ്ടോ അത് വെറുതെയാകുമെന്ന്? ഉമ്മമാരെ, പെൺമക്കളും മരുമക്കളും മഗ്‌രിബ് നമസ്കരിക്കാതെ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുമ്പോ അതേ വീടിനകത്ത് നിസ്കാര റൂമിനകത്തിരുന്ന് നിസ്കരിച്ച ഉമ്മ, വെറുതെ ഇല്ല ഉമ്മ, അത് വെറുതെയാകില്ല ഉമ്മ. നിനക്ക് സകാദത്ത് കലിമ പറഞ്ഞു തരാ. ബാപ്പ വേണ്ട, ഉമ്മ വേണ്ട, ഭാര്യ വേണ്ട, മക്കള് വേണ്ട, കൂടപ്പിറപ്പ് വേണ്ട, കുടുംബക്കാര് വേണ്ട, നാട്ടുകാര് വേണ്ട, ഒരാളുടെയും ആവശ്യമില്ല. നിസ്കരിച്ച ഉമ്മ, നിന്റെ റൂഹ് പിടിച്ച തൊണ്ടക്കുഴിയിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ നിന്നോട് പറയുകയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. മലക്കുകൾ പറഞ്ഞു തരും ഉമ്മ. സിറാജ് കയ്യെന്ന് പറഞ്ഞതല്ല, വെറുതെ പറഞ്ഞതല്ല. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ. മലക്കുകൾ പറയും, ഞാൻ നിന്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും കൂട്ടുകാരനാ വാപ്പാ. ഒരുപാട് മുസാഫഹത്ത് ചെയ്തിട്ടുണ്ട് വാപ്പാ. പറ വാപ്പാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്.
മലക്കുകൾ പറഞ്ഞു തരുമടോ, മലക്കുകൾ പറഞ്ഞു തരുമടോ. പറയുന്നു ഹുബൈബേ ചിരിക്കടാ, ചിരിക്കടാ ഹുബൈബേ. കഴുകുമരത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഹുബൈബ് തങ്ങൾ ചിരിക്കുകയാ. സാധാരണ തൂങ്ങി മരിക്കുന്നവന്റെ കണ്ണ് തള്ളുമല്ലോ, നാവ് കടിച്ചു മുറിക്കുകയാ, മലമൂത്ര വിസർജനം നടത്തുകയാ. പേടിയാടോ, ആ മുഖമൊന്ന് കാണാൻ പേടിയാടോ. എങ്കിലും ഹുബൈബ് തങ്ങള് കഅബാലയത്തിന്റെ നേരെ തലവെച്ചിട്ട് ആ കഴുകുമരത്തിൽ തൂങ്ങിക്കിടന്ന് ചിരിക്കുമ്പോ തിരക്കാടാ, സിരുമാധാരത്തിനെ കാണാനല്ല, കഴുകുമരത്തിൽ തൂങ്ങിക്കിടക്കുമ്പോ ചിരിക്കുന്ന ഹുബൈബിനെ കാണാൻ തിരക്കായിരുന്നടോ. ആ ചിരി കണ്ടിട്ട് മുസ്ലിമായവരുണ്ടല്ലോ, ആ ചിരി കണ്ടിട്ട് മുസ്ലിമായവരുണ്ടല്ലോ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു കഴുകുമരത്തിൽ കിടന്ന് പിടയുമ്പോ മലക്കുകൾ സമാധാനിപ്പിക്കുകയാ. അവിടുന്ന് സഹാദത്ത് കലിമ പറഞ്ഞിട്ട് കഅബാലയത്തിന്റെ നേരെ തലവെച്ച് ഷഹീദാവുകയാ. ശത്രുക്കൾക്ക് ദേഷ്യം കൂടുകയാണ്. ഇവന്റെ ജനാസ പോലും കൊടുക്കരുത്, ഇവിടെ കെട്ടിത്തൂക്കിയിട്, പുഴുത്തു നാറട്ടെ, പുഴുത്തു നാറട്ടെ. ഹുബൈബ് തങ്ങളുടെ ജനാസ അവിടെ തന്നെ തൂക്കിയിടുകയാ. റസൂലുള്ളാഹിക്ക് വല്ലാത്ത വിഷമമായി, നബി തങ്ങൾക്ക് സങ്കടമായി. ദിവസങ്ങൾ കഴിയുകയാ. പടച്ചവനെ, ഹുബൈബ് തങ്ങളുടെ ജനാസ കൊടുക്കുന്നില്ല. നബി തങ്ങൾ ചോദിച്ചു, സഹാബ ആരാ പോകുന്നത്? എന്റെ ഹുബൈബിനെ കബറടക്കാ പോകുന്നതാരാ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാൻ പോകാൻ നബിയേ, ഞാൻ പോകാൻ നബിയേ. ഒരു സ്വഹാബി തയ്യാറാവുകയാണ്. നബി തങ്ങളുടെ സമ്മതം കൊടുത്തു. ആ സ്വഹാബി ഹുബൈബ് ഇബ്നു അദി തങ്ങളുടെ ജനാസ തൂക്കിയിട്ടിരുന്ന സ്ഥലത്തേക്ക് പോകുമ്പോ കാണുന്ന രംഗമെന്തെന്നറിയുമോ? ശത്രുക്കള് കൂടി നിൽക്കുകയാ. കാവല് നിൽക്കുന്ന ശത്രുക്കള് മുഴുവനും ഒരുമിച്ച് നിന്ന് കള്ള് കുടിക്കുകയാണ്. സ്വഹാബി മാറി നിന്ന് നോക്കുമ്പോ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരിയായ ഒരു സുന്ദരിയായ പെണ്ണ് ഓടി വരികയാ. കള്ള് കുടിച്ച് കൊണ്ട് നിൽക്കുന്ന ശത്രുക്കളോട് ചോദിക്കുകയാ, ഹുബൈബിന്റെ തലയെവിടെ, ഹുബൈബിന്റെ തലയെവിടെ? ശത്രുക്കൾ ചോദിക്കുന്നു, പെണ്ണേ, ഈ ചത്തു പുഴുത്തു കിടക്കുന്നവന്റെ തല നിനക്കെന്തിനാ? ചത്ത് കിടക്കുന്നവന്റെ തല നിനക്കെന്തിനാ? പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഇവന്റെ തല വെട്ടി പൊളിച്ച് തലച്ചോരെടുത്ത് വെളിയിൽ കളഞ്ഞിട്ട് അവന്റെ തലയോട്ടിക്കകത്ത് കള്ളൊഴിച്ചു കുടിക്കാനാ ശപഥം ചെയ്തിട്ട് വന്നതാ. ഇവന്റെ തലയോട്ടിക്കകത്തിരിക്ക് കള്ളൊഴിച്ചു കുടിക്കണം. നിങ്ങളിലാരാ, നിങ്ങളിലാരാ ആ തല എന്റെ കയ്യിൽ കൊണ്ട് തരുന്നത്? ഞാൻ എന്റെ ശരീരം തരാ. ഊരിപ്പിടിച്ച വാളുമായി ഓടുകയാണ്. ഹുബൈബ് ഇബ്നു അദി തങ്ങളുടെ തലവെട്ടാൻ ഓടുമ്പോ സ്വഹാബി ഈന്തപ്പന മരത്തിന്റെ മുകളിലേക്ക് കയറുകയാണ്. പടച്ചവനെ, എന്നാണ് നടക്കുന്നതെന്ന് കാണാ. മുകളിൽ ചെന്ന് നോക്കുമ്പോ ഓടുകയാ, ജീവനും കൊണ്ടോടുകയാ. തലവെട്ടാൻ പോയവന്മാര് മുഴുവനും ജീവനും കൊണ്ടോടുകയാ. എന്താണ് നടക്കുന്നതെന്നറിയുന്നില്ല. ഒരുപാട് സമയം കഴിഞ്ഞു. സ്വഹാബി ഈന്തപ്പന മരത്തിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി ഹുബൈബ് തങ്ങളുടെ ജനാസ തൂക്കിയിട്ടിരുന്ന സ്ഥലത്ത് ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, ഹുബൈബ് തങ്ങളുടെ ജനാസ കാണുന്നില്ല. ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, മുത്തുനബിയുടെ മുമ്പിലേക്ക് ഓടുകയാണ്. പ്രവാചകന്റെ ചാരത്ത് ചെന്ന് നടന്നത് മുഴുവനും പറഞ്ഞു കൊടുത്തുകൊണ്ട് കരയുകയാണ്. ജനാസ കാണുന്നില്ല നബിയേ, ജനാസ കാണുന്നില്ല നബിയേ. സഹാബാ, എന്റെ ഹുബൈബിനെ കബറടക്കി സ്വഹാബാ. ആരാ നബിയേ, ആരാ
ആരാ നബിയെ? ഉബൈബിനെ എവിടെയാണ് ഖബറടക്കിയത്? ആരാണ് ഖബറടക്കിയത്? അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് എവിടെന്ന് ചോദിക്കുമ്പോ ഈ നാട്ടുകാരായ ചെറുപ്പക്കാരോട് പറയുകയാ, മോനെ, പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നിനക്ക് അല്ലാഹുവിന്റെ പള്ളിയിൽ പോയി നിസ്കരിക്കാൻ പറ്റുമോ? ചെറുപ്പക്കാരാ, പെങ്ങളെ, എത്ര വലിയ തിരക്കാണെങ്കിലും നീ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ ജോലികളും മാറ്റിവെച്ചിട്ട് അവ്വലു വഖത്തിൽ തന്നെ നിനക്ക് നിസ്കരിക്കാൻ കഴിയുമോ? പെങ്ങള്, അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ചെറുപ്പക്കാരാ, ഒരു ദിവസം ഈ പള്ളിയുടെ മിനാരത്തിൽ ബാങ്ക് വിളിക്കുന്ന മിനാരത്തിൽ വിളിച്ചു പറയുകയാ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നീ മരിച്ചുപോയെന്ന് വിളിച്ചു പറയുകയാണ്. പടച്ചവനെ, നിന്റെ വീട്ടിൽ ടാർപ്പ് കെട്ടുകയാ, കസേര നിരത്തുകയാ, വീടിന്റെ പുറകില് ചൂടുവെള്ളം തയ്യാറാക്കുകയാ. എല്ലാവരും വിളിക്കാതെ തന്നെ നിന്റെ വീട്ടിലേക്ക് കടന്നു വരികയാ. അങ്ങനെ കുറച്ചു പേര് നിന്നെ താങ്ങിയെടുത്തുകൊണ്ട് വീടിന്റെ സൈഡിൽ കൊണ്ടുപോയി മലർത്തിക്കിടത്തുകയാണ്. വസ്ത്രങ്ങൾ അടിച്ചു മാറ്റുകയാണ്. നഖത്തിനടിയിൽ അഴുക്കുകൾ എടുത്തു കളയുകയാണ്. പടച്ചവനെ, നിന്റെ നജസ്സുകൾ ഒഴിവാക്കുകയാണ്. ശരീരത്ത് വെള്ളമുടിച്ച് കഴുകുകയാണ്. സുഗന്ധമിട്ട വെള്ളമുടിക്കുകയാണ്. പടച്ചവനെ, അവസാനം നിന്നെ ഒതുപിടിപ്പിക്കുകയാണ്. നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കുകയാ. ജീവിതത്തിൽ ഒരിക്കൽ പോലും നീ ധരിക്കാത്ത വെള്ളത്തുണിക്കകത്ത് നിന്റെ ജനാസ പൊതിയുകയാണ്. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടൊരാള് വിളിച്ചു പറയുകയാ, എല്ലാവരും മാറി നിൽക്ക്, എല്ലാവരും മാറി നിൽക്ക്. പടച്ചവനെ, മാറി നിന്ന് കഴിയുമ്പോ കുഞ്ഞുങ്ങളെ എടുത്തു കൊണ്ടുപോകുന്ന സൂക്ഷ്മതയോട് എല്ലാവരും നിന്നെ ചുമന്നുകൊണ്ട് വീടിനകത്തേക്ക് പോകുകയാണ്. ആ വിരിച്ചിട്ടിരിക്കുന്ന 3 കഷ്ടം വെള്ളത്തുണിയുടെ മുകളില് കൊണ്ടുപോയി അങ്ങ് മലർത്തിക്കിടത്തുകയാ. അല്ലാഹുവേ, എല്ലാവരും വന്നിട്ടുണ്ടടാ. ചെറുപ്പക്കാരാ, നിന്റെ വീട്ടിൽ ഇതുപോലെ ജനം കൂടിയിട്ടില്ല. നീ വിളിക്കാതെ തന്നെ സർവരും വന്നിട്ടുണ്ട്. പള്ളിയിലെ ഉസ്താദന്മാര് വന്നു. എല്ലാവരും നിന്റെ വീടിന്റെ മുറ്റത്ത് വന്നു. അപ്പോഴാണ് ആരോ ചോദിക്കുകയാ, പഞ്ഞി എവിടെ? പഞ്ഞി എവിടെ? ആ സുഗന്ധം തേച്ച പഞ്ഞി എവിടെ? എന്തിനാണ് ചോദിക്കുന്നതെന്നറിയുവോ? മൂക്കിന്റെ ദ്വാരമാ പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ. കാണേണ്ടവർ കണ്ടോ, ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ. പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ. അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. മൂക്കിന്റെ ദ്വാരത്ത് പഞ്ഞി വെക്കുകയാ. കാണണ്ടവരൊക്കെ സിറാജിനെ കണ്ടോ, കാണണ്ടവരൊക്കെ ആയിഷാനെ കണ്ടോ. കുറച്ച് കഴിഞ്ഞപ്പോ വിളിച്ചു പറയുന്ന, കണ്ടതൊക്കെ മതി പൊതിയാര്. 3 കഷ്ടം വെള്ളത്തുണിയിൽ പൊതിഞ്ഞടാ ചെറുപ്പക്കാരാ. നിസ്കരിക്കുന്ന ചെറുപ്പക്കാരികളായ പെൺകുട്ടികളോട് പറയുകയാ, നിന്റെ ജനാസ പൊതിഞ്ഞു. പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന മയ്യത്ത് കട്ടില് വീടിന്റെ മുറ്റത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞു. പിന്നെ നിലവിളിയാ മോളെ. എല്ലാരും കരയുന്ന സമയമാ. ഒരാളുടെ കണ്ണുനീരിനും വിലയില്ല. എല്ലാവരും കരയുന്ന സമയമാ. എന്റെ ഉപ്പാനെ കൊണ്ടുപോകല്ലേ, എന്റെ ഉമ്മച്ചാരെ കൊണ്ടുപോകല്ലേ, എന്റെ ഇക്കാരെ കൊണ്ടുപോകല്ലേ, എന്റെ മകനെ കൊണ്ടുപോകല്ലേ. സമവിട്ട ഉമ്മയും പൊന്നു മകനെ എന്നെ കൈവിട്ടു പോന്നോ കാണലെന്നാ പൊന്നേ. എല്ലാരും കരയുന്ന സമയമാ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, എടാ ചെറുപ്പക്കാരാ, ഇവിടത്തെ പള്ളി നിറഞ്ഞ് കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ജനാസ കൊണ്ടുവന്നപ്പോ
ഇവിടത്തെ പള്ളി നിറഞ്ഞ് നീ കണ്ടിട്ടുണ്ടോ? എങ്കിലും ചെറുപ്പക്കാരോട് പറയുകയാ, നിസ്കരിക്കുന്ന പെങ്ങന്മാരോട് പറയുകയാ, ഇപ്പൊ പുനർനിർമ്മിച്ച ഈ പള്ളിയൊന്നും തികയൂല. ഏറ്റവും വലിയ മയ്യത്ത് നിസ്കാരമാണോ? നിങ്ങളൊക്കെ പള്ളിയിൽ പോകുന്നതിന് മുമ്പേ പള്ളി നിറയുകയാ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുന്നത് കൊണ്ടല്ല, കേന്ദ്രമന്ത്രിമാര് വരുന്നത് കൊണ്ടല്ല, പ്രസിഡന്റ് വരുന്നത് കൊണ്ടല്ല, പിണറായി വിജയൻ വരുന്നത് കൊണ്ടല്ല, പ്രതിപക്ഷ നേതാവ് വരുന്നത് കൊണ്ടല്ല, സാക്ഷാൽ സൗദി അറേബ്യയുടെ ഭരണാധികാരി സൽമാൻ രാജാവ് വരുന്നത് കൊണ്ടല്ല. മോനെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിലെ ഇമാമായ അബ്ദുറഹ്മാൻ സുദൈസി വരുന്നത് കൊണ്ടല്ല. പിന്നെ ആരാ വരുന്നതെന്നറിയോ? ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുമറൂൻ. ആകാശ ലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരികയാണ്. ഈ പള്ളിയിലേക്ക് നിന്റെ ജനാസയിൽ പങ്കെടുക്കാൻ മലക്കുകൾ ഇറങ്ങി വരുമടോ, മലക്കുകൾ ഇറങ്ങി വരുമടോ. അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് ചോദിക്കുകയാ, അവസാനത്തെ മോഹമെന്തെന്ന് ചോദിച്ചപ്പോൾ നിസ്കരിക്കണമെന്ന് പറഞ്ഞ ഹുബൈബ് ഇബ്നു അദി എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ ഒരുപാട് വയസ്സൊന്നുമില്ലായിരുന്നു മോനെ, ചെറുപ്പക്കാരനായിരുന്നടാ, ചെറുപ്പക്കാരനായിരുന്നടാ.